തിരുവനന്തപുരം തിരുവല്ലയിൽ 3.5 വയസ്സുകാരന് ക്രൂരപീഡനം. സ്ഥലത്തെ വ്യാപാരി കൂടിയായ മാരിക്കനെയാണ് പിഞ്ചുകുഞ്ഞിനെ പീഡിപ്പിച്ച് ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചത്. കഴിഞ്ഞ മാസം 14 നടന്ന സംഭവം മൂടിവെക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുവെന്നും ആരോപണമുണ്ട്. 3.5 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചുകുഞ്ഞിനെയാണ് തിരുമലയിലെ പ്രധാന ബേക്കറി വ്യാപാരി കൂടിയായ മാരിക്കനി ക്രൂരമായി പീഡിപ്പിച്ചത്. തിരുനെൽവേലി സ്വദേശി രാജ്നാരായണന്റെ മകൻ കഴിഞ്ഞ 1 വർഷമായി ഇയാളുടെ പീഡനത്തിന് ഇരയായെന്നാണ് വിവരം. കുടുംബവുമായി അടുത്ത ബന്ധമായിരുന്നു തമിഴ്നാട് സ്വദേശി കൂടിയായ മാരിക്കനിക്ക് ഉണ്ടായിരുന്നത്. ഇത് മുതലെടുത്തായിരുന്നു പീഡനം. ഏപ്രിൽ 14-ന് ഇയാൾ കുട്ടിയെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയി. തിരിച്ചെത്തിയ കുഞ്ഞ് അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ആശുപത്രിയിലെത്തിച്ചു. ചികിത്സയ്ക്ക് ശേഷം കുടുംബം തിരുനെൽവേലിയിലേക്ക് തിരിച്ചുപോയി. തിരികെ എത്തിയപ്പോഴാണ് അംഗനവാടിയിലെ ആയയോട് കുട്ടി പീഡനകാര്യം പറഞ്ഞത്. ആയയാണ് പോലീസിനെ ഇക്കാര്യം അറിയിച്ചത്. തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് റിമാൻഡ് ചെയ്തു. ഇക്കാര്യം പുറത്തറിയാതിരിക്കാൻ ചിലർ പലതവണ ബന്ധപ്പെട്ടുവെന്ന് കുഞ്ഞിന്റെ അച്ഛൻ രാജ്നാരായണൻ പറഞ്ഞു. പുള്ളിയെ തിരിച്ച് രാവിലെ കണ്ടിട്ട് എൻ്റെ അമ്മയുടെ പറഞ്ഞ് മാമൻ്റെ ഇനി ഞാൻ പോകില്ല അങ്ങനെ പറയുമ്പോൾ എനിക്ക് എന്താണ് ഞാൻ ചോദിക്കുമ്പോൾ മാമൻ തന്നെ ഇത് ചെയ്തത് വലിപ്പിച്ച് ഇളുത്തതാണ് തള്ളിയതാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ വിശ്വസിച്ചിട്ടില്ല. പിന്നെ ആ പുള്ളിയെ ചോദിച്ചിട്ട് വീട്ടിൽ വന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യയുടെ എന്താ കാര്യം മാപ്പ് മാനിച്ചു. അവിടെ ആൾക്കാർ കൂടുതലാണ്, കട വെച്ചിട്ട് എല്ലാവരും അവരോട് ബന്ധുക്കളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേടിയാണ് പറഞ്ഞത്, അത്തനൊരു പേടിയാണ്. അപ്പോൾ ഞാൻ പുറത്ത് പറയാതെ വേണ്ടാണ് ഞാൻ ആലോചിച്ചത്. അവർ വീട്ടിൽ നിന്ന് ഒരാൾ വന്ന് എൻ്റെ ചോദിച്ചു കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ സ്റ്റേഷനിൽ പോയി ചോദിച്ചാലേ അറിയാതെ നമ്മളെ പറഞ്ഞത് ഞാൻ എൻ്റെ മക്കൾക്ക് നടന്ന സംഭവം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. എങ്കിൽ പറഞ്ഞ് ഇത് സാധാരണ കുട്ടിപ്പം കുഴപ്പമില്ലല്ലോ, കുഴപ്പമുണ്ടെങ്കിൽ ഡോക്ടർ പറയില്ല അങ്ങനെ പറയാം. അപ്പോൾ ഞാൻ 3.5 വയസ്സുകാരന് നേരെ ക്രൂരമായ പീഡനം നടന്നിട്ടും സ്ഥലത്തെ കൗൺസിലറോ പോലീസോ ഇക്കാര്യം പുറത്തറിയിച്ചില്ല എന്നും ആരോപണമുണ്ട്. നഗരത്തിൽ നടന്ന ക്രൂരപീഡനം മാധ്യമങ്ങളും അറിഞ്ഞില്ല. അതിക്രൂരമായി ഈ പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ച മാരിക്കനി ജയിലില്ല എങ്കിലും അത് മൂടിവെക്കാൻ പണത്തിന്റെ ബലത്തിൽ ശ്രമം നടന്നു എന്നുള്ളതും ഗൗരവകരമാണ്. അജിത് കുമാറിനൊപ്പം തിരുവനന്തപുരത്തു നിന്നും വിജിൻ വായാന്തോട്, കൈരളി ന്യൂസ്.